5 രീതിയിലുള്ള കടപ്പാടുകളാണ് ഇനി പറയാൻ പോണത്. 1, മാതാപിതാക്കൾ. വഖള റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മോനെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇതെന്തിനാണ് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം എന്ന് ഉടനെ ഈ വിഷയം ചേർത്ത് പറഞ്ഞത്? അതിന് മുഫസ്സിറുകൾ പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നുണ്ട്, മാതാപിതാക്കളോട് കടപ്പാട് നിർവഹിക്കുന്ന ആളല്ലെങ്കിൽ അയാൾ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഇത് അറിയിക്കാനും കൂടിയാണ് ഒന്നിച്ച് അള്ളാഹു പറഞ്ഞേക്കുന്നത്. റിളർ റബ്ബി ഫീ റിളൽ വാലിദ്, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. ഇതേ ആശയം തന്നെ സൂറത്തുൽ ലുഖ്മാനിലും കാണാം. അനിഷ്കുർലി വലിവാലിദൈക്, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലിവാലിദൈക്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ സൃഷ്ടാവ് ഞാനാണ്, ഹഖീഖിയൻ. പക്ഷെ നേരെ നോക്കുമ്പോൾ നിന്റെ ഉപ്പയും ഉമ്മയും ഉള്ളത് കൊണ്ടാണ് നീ ഉണ്ടായത്, അല്ലേ? ആ കടപ്പാട്, കമ്മിറ്റ്മെന്റ് നീ അങ്ങോട്ട് കാണിക്കണം. അനിഷ്കുർലി വലിവാലിദൈക്. വേറെ ഏത് തെറ്റുപോലെയല്ല മാതാപിതാക്കളോട് കാണിക്കുന്ന തെറ്റ്. വേറെ ഏത് തെറ്റിനും ശിക്ഷ ആഖിറം വരെ അള്ളാഹു കാത്തിരിക്കും. മാതാപിതാക്കളോട് കാണിക്കുന്ന തെറ്റിന് ഇവിടുന്ന് തന്നെ അതിന്റെ ശിക്ഷകൾ കിട്ടിത്തുടങ്ങുന്നതാണ്. അതിന്റെ ഒരു ശിക്ഷയാണ് നമുക്ക് ജനിക്കുന്ന മക്കൾ നമ്മെ ധിക്കരിക്കും എന്നുള്ളത്. നമ്മുടെ മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ